ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞ അമ്മയുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നേ? എത്രയോ സ്ഥലങ്ങളില് വലിയ തിരക്കുള്ള പഴങ്ങഞ്ഞി കടകളുണ്ട്. രാവിലെയും വൈകുന്നേരവും നല്ല കഞ്ഞി തേടി പോകുന്ന ആളുകള് എത്രയാന്നറിയോ? അതൊക്കെ അങ്ങ് ടൗണിലാ. കുറച്ചു ദിവസം ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ചു കഴിയുമ്പോഴേ ആളുകൾക്ക് എന്തേലും മാറി കഴിക്കണമെന്ന് തോന്നും. മോളോട് ആരാ ഈ അസംബന്ധമൊക്കെ പറഞ്ഞു തന്നത്? ആവണി ടീച്ചറാ ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ പറഞ്ഞിരുന്നത്. ഏതെങ്കിലും ഇന്റർനാഷണൽ സ്കൂളിൽ വിടാമായിരുന്നിട്ടും മോളെ ഞാൻ എന്തിനാ ആ സ്കൂളിൽ വിട്ടേന്നറിയോ? സമൂഹത്തെയും ലോകത്തെയൊക്കെ പരിചയപ്പെട്ട് വളരാൻ എന്ന് കരുതി അവര് പറഞ്ഞു തരുന്ന വെട്ടിത്തരങ്ങൾ മൊത്തം തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നല്ല. അതൊക്കെ വെട്ടിത്തരങ്ങളാണോ? ടോട്ടൽ റബിഷ്. ദയയും സ്നേഹവും സഹാനുഭൂതിയൊക്കെ ദുർബലന് ലോകത്ത് പിടിച്ചു നിൽക്കാനുള്ള ഉപാധികളാ. പണവും സ്വാധീനമുള്ള നമ്മളെപ്പോലുള്ളവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തും വിലയ്ക്ക് വാങ്ങാം. അമ്മയ്ക്കാരാ ഇതൊക്കെ പറഞ്ഞു തന്നത്? അമ്മയുടെ അച്ഛനാണോ? ആ അതെ. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് സ്വയം പഠിക്കുന്ന പാഠങ്ങളും ഉണ്ട്. അപ്പൊ വലുതാകുമ്പോ ഞാനും എന്റെ അമ്മയെ പോലെ ആവോ? അമ്മ പറയമ്മ, ഞാനും എന്റെ അമ്മയെ പോലെ ആവില്ലേ? നിന്റെ അമ്മയെ പോലെ അല്ല, എന്നെ പോലെ. ഈ അവന്തികയെ പോലെ ആവും നീ. അതെന്താ? അമ്മ തന്നെയല്ലേ എന്റെ അമ്മ? അല്ലേ അമ്മേ? അമ്മ തന്നെയല്ലേ എന്റെ അമ്മ? അതെ. അല്ലെന്ന് ആരാ നിന്നോടിപ്പൊ പറഞ്ഞത്? അമ്മ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? ഞാനെന്താ പറഞ്ഞത്? അവന്തിയെ പോലെ. അതായത് എന്നെ പോലെ തന്നെ ആവുന്നല്ലേ? അതായത് അമ്മയെ പോലെ. സ്കാവഞ്ചേഴ്സും ടാക്സി ഡ്രൈവേഴ്സും ഒക്കെ ആയിട്ടേ കൂട്ടുകൂടുന്നോണ്ടാ നിനക്ക് ഈ കൺഫ്യൂഷൻസ് ഒക്കെ. വി ആർ എലീറ്റ്. ഭരിക്കാനായി പിറന്നവർ. അവരുമായിട്ടൊന്നും നമുക്കൊരു കമ്പനിയും വേണ്ട. സച്ചിയെങ്കിലും ടാക്സി ഡ്രൈവർ അല്ലേ അമ്മ? എനിക്കൊരു അപകടം ഉണ്ടായപ്പോ ആ അങ്കിളല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? നിനക്ക് ഈ ലോകത്തെ പറ്റി എന്തറിയാം? അതൊക്കെ നമ്മുടെ കയ്യിലെ പണം കണ്ടിട്ടാ മോളെ. എന്നിട്ട് അമ്മ പണം കൊടുത്തിട്ട് സച്ചിയങ്ങള് വാങ്ങിച്ചില്ലല്ലോ? വാങ്ങിച്ചില്ലെങ്കി അവന് മറ്റെന്തെങ്കിലും ലക്ഷ്യം കാണും. മോളുടെ സ്നേഹം പിടിച്ചു പറ്റിയിട്ട് മോളെ തട്ടിക്കൊണ്ടുപോയി റാൻസം മണി വാങ്ങാമെന്നോ അല്ലെങ്കിൽ ഭിക്ഷക്കാർക്ക് വിറ്റ് കൂടുതൽ പണം വാങ്ങാമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യോ? ചെയ്യും. ഈ ലോകത്തെ എല്ലാ ബന്ധങ്ങളും പണത്തിന് വേണ്ടിയാ. നമ്മൾ അടിക്കുമ്പോ ചിലര് നിന്ന് കൊള്ളുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചിരിക്കുന്നെ? നമ്മളോട് ദേഷ്യമില്ലാഞ്ഞിട്ടോ അവർക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ല. നമ്മുടെ കയ്യിൽ പണമുണ്ട്. അതിനുവേണ്ടി അവരെന്തും സഹിക്കും. അത്രയേ ഉള്ളൂ കാര്യം. എല്ലാ ബന്ധങ്ങളും പണത്തിന് വേണ്ടിയാണോ? അതിനു മീതെ പറക്കില്ല ഒരു പരുന്തും. അപ്പോ ഞാനും അമ്മയായിട്ടുള്ള ബന്ധു? നിനക്ക് എന്താ ചിപ്പി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവാത്തത്? നിന്റെ ഈ കൂട്ടുകെട്ടുകൾ കാരണം ഇതുപോലത്തെ സബ്സ്റ്റാൻഡേർഡ് ചിന്തകളൊക്കെ ഉണ്ടാവുന്നത്. പുറത്തുപോയ ടാക്സി ഡ്രൈവേഴ്സിനെ പോലുള്ള തേർഡ് ക്ലാസ് പീപ്പിൾ, സ്കൂളിൽ അഷ്ടിക്ക് വകയില്ലാത്ത ടീച്ചേഴ്സ്, ഇവിടെ വന്ന ഹൗസ് മെയ്ഡ്. ദേ നീ ആകെ വഷളായിരിക്കണേ ചിപ്പി. എന്റെ ഈ തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്നതാ നിന്റെ കാര്യം. നോക്കിക്കോ, ഇനി 2-3 ദിവസം ഞാൻ ഇവിടെ തന്നെ കാണും.
നിന്നെ നേരെയാക്കി എടുക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അനക്കെ മോളെ, ചട്ടിയുടെ അത് അവിടെ വെക്കാം. ആ മോള് പോയാ തൈരിങ് എടുത്തോണ്ട് വാ. ഓക്കെ ആന്റി, പിന്നെ അച്ചാറും കൂടെ അവിടെ ഇരിപ്പുണ്ടേ, അതും എടുത്തോണ്ട് എടുത്തോളാം. അമ്മേ, ഈ ചെറിയ ബോർഡ് ആളുകൾ കാണുമല്ലോ അല്ലേ? ഭക്ഷണം കഴിക്കാൻ വരുന്നവരെ ഇതൊക്കെ അന്വേഷിച്ച് വരും. കുറച്ചു കഴിയുമ്പോൾ ഈ ബോർഡ് പോലും വേണ്ടി വരത്തില്ല. നമ്മൾ നല്ല രുചിയിലും നല്ല വൃത്തിയിലും ആഹാരം കൊടുത്താൽ മതി. ഒരു ദിവസം അമ്മയുടെ പഴങ്കഞ്ഞി കഴിച്ചാ ആളുകൾ വീണ്ടും വന്ന് കഴിക്കും. പക്ഷേ ആദ്യം കുറച്ചു പേരെങ്കിലും ഇത് വന്ന് കഴിച്ച് രുചി മനസ്സിലാക്കണം. ഈ പഴങ്ങഞ്ഞൊക്കെ കഴിക്കാൻ ആര് വരാനാ? അമ്മയുണ്ടാക്കുന്ന പഴങ്ങഞ്ഞിക്ക് നല്ല രുചിയൊക്കെ ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ നല്ല ഒന്നാന്തരം കുഴിമന്തിയും ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ കളഞ്ഞിട്ട് ആരെങ്കിലും ഇത് കഴിക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും ആളുകൾക്ക് കഴിക്കാൻ എത്ര ഹോട്ടലുണ്ട് ഇവിടെ. വരുന്നില്ലെങ്കിൽ വരണ്ട, ഇതൊരു പരീക്ഷണമല്ലേ. ചിലപ്പോ അതങ്ങ് വിജയിക്കും, അല്ലെങ്കിൽ പരാജയപ്പെടും. പിന്നെ എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചാലല്ലേ രണ്ടിലൊന്നും അറിയാൻ പറ്റൂ. നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞ അമ്മയുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നേ? എത്രയോ സ്ഥലങ്ങളില് വലിയ തിരക്കുള്ള പഴങ്ങഞ്ഞി കടകളുണ്ട്. രാവിലെയും വൈകുന്നേരവും നല്ല കഞ്ഞി തേടി പോകുന്ന ആളുകള് എത്രയെന്നറിയോ? അതൊക്കെ അങ്ങ് ടൗണിലാ. കുറച്ചു ദിവസം ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ചു കഴിയുമ്പോഴേ ആളുകൾക്ക് എന്തേലും മാറി കഴിക്കണമെന്ന് തോന്നും. അല്ലാതെ നമ്മുടെ ഈ സ്ഥലത്ത് ഇതൊന്നും വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. നമുക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് വിൽക്കാനുള്ളതൊന്നും അല്ലല്ലോ. നീ പറഞ്ഞത് ശരിയാ. ഇതിപ്പം വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല. നമുക്കുണ്ടാക്കിയ ഈ ഭക്ഷണം കൊണ്ട് ആരെങ്കിലും കഴിക്കാൻ വേണ്ടി വരുമോ എന്ന് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുന്നതാ. നമ്മളിപ്പോ ഇവിടെ എത്ര പേരുണ്ട്? 9 പേര്. ആ 9 പേർക്കുള്ള പഴങ്കഞ്ഞി മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പൊ ആരെങ്കിലും ഒരാള് പഴങ്കഞ്ഞി കുടിക്കാൻ വന്നിരിക്കട്ടെ, ഞാൻ എന്റെ പഴങ്കഞ്ഞി ഞങ്ങൾ വേണ്ടെന്ന് വെക്കും. അപ്പോ 2 പേര് വന്നാലോ? ഞാനും നീയും വേണ്ടാന്ന് വെക്കും. ഞാനോ? പറ്റില്ലേ? നിനക്ക് കുറച്ചു നേരം പട്ടിണിയിരിക്കാൻ പറ്റില്ലേ? പറ്റും. അതിനെന്താ? ഇല്ലെന്നാരെങ്കിലും പറഞ്ഞോ? അപ്പൊ കൂടുതൽ ആളുകൾ വന്നാ ഞങ്ങൾ എല്ലാരും പട്ടിണി ഇരിക്കേണ്ടി വരുമല്ലോ. വേണ്ടിവരും. ഒരു ദിവസേ കുറച്ചു നേരം പട്ടിണി ഇരുന്നെന്ന് വെച്ച് ആരും മരിച്ചൊന്നും പോകത്തില്ലല്ലോ. ഓ, ഈ അമ്മയുടെ ഓരോ മണ്ടത്തരങ്ങളെ. എടി, ഇന്ന് എത്ര എണ്ണം വെക്കുന്നോ അത്രയും നാളെ ഞാൻ അധികമായിട്ട് അങ്ങ് ഉണ്ടാക്കും.